എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചർച്ചകളെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുവാണ് ശിവൻ. വരാൻ കാത്തിരിക്കുമായിരുന്നു കമല. വരുന്നതേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം ശിവൻ പറയുന്നുണ്ട്, വിവാഹത്തിന് മുമ്പ് ബാലേന്ദ്രന് ഏതോ ഒരു സ്ത്രീയിലുണ്ടായ മകളാണ് അലീന എന്ന്. അത് കമലയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ ആ ചർച്ചയ്ക്ക് ശേഷം ശിവൻ ചെറുതായിട്ടൊന്ന് പേടിച്ചിട്ടുണ്ട്. കാരണം ശിവന് മനസ്സിലായി വൈജയന്തിയുടെ പൂർവ്വകാലം കുറേയൊക്കെ ബാലേന്ദ്രൻ അറിയാമെന്ന്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കയറി തട്ടിക്കയറുമ്പം ഇത്തിരി ബഹുമാനമൊക്കെ കൊടുത്തേ പെരുമാറുള്ളൂ. ഏതായാലും വിവരം അറിഞ്ഞ സ്ഥിതിക്ക് അന്നേരം തന്നെ കമല മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഇവിടെ നടന്നത് മൊത്തം ബാലേന്ദ്രൻ തട്ടിക്കൂട്ടിയ ഒരു നാടകമായിരുന്നു. ബാലേന്ദ്രൻ്റെ പൂർവ്വകാല ബന്ധത്തിലുള്ള മകളാണ് അലീന എന്ന് പറയുമ്പോൾ മനുവിന് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിലേറെ മനു ചതിക്കപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. മനു നേരെ ഇതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി നെടുമ്പുരിക്കയിലേക്ക് പോരുക. ഇപ്പോൾ മനുവിൻ്റെ വിചാരം ഇതെല്ലാം അലീനയ്ക്കും ബാലേന്ദ്രനും അറിയായിരുന്നു. അവർ മനുവിനെയും പറ്റിക്കുമായിരുന്നു എന്നൊക്കെ ആയിരിക്കും. ഏതായാലും വീട്ടിലോട്ട് കയറി വരുമ്പം അവിടെ വൈജയന്തി ഉണ്ട്. വൈജയന്തി വന്നതിൻ്റെ വിശേഷമൊക്കെ ചോദിക്കുന്നു. അന്നേരം അലീനയെ കാണണം എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അല്ലെങ്കിലും നീ അവളെ കാണാൻ വേണ്ടിയാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഇതിനു മുമ്പ് വരുമ്പോൾ അമ്മയെ കാണാനാണ് എന്നൊരു കാരണം പറയുമായിരുന്നു. ഇപ്പം വേറെ എന്തെങ്കിലും കാരണം തട്ടിക്കൂട്ടി എടുത്ത് കാണൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചോദിച്ചാലും എന്തൊക്കെ ഇൻസൾട്ട് ചെയ്താലും മനു വന്ന ഉദ്ദേശം നടത്തിയിട്ട് പോകുള്ളൂ. അതുകൊണ്ട് തന്നെ അലീനയെ കാണാനായിട്ട് അലീനയുടെ അടുത്തോട്ട് ചെല്ലുന്നു. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ മകളാണോ എന്ന്. അന്നേരം അലീനയ്ക്ക് മറുപടി പറയാനും പറയാതിരിക്കാനും വയ്യാത്തൊരവസ്ഥയിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ മനുവേട്ട എന്ന്. ഏതായാലും അത് കഴിഞ്ഞ ശേഷം ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ ആരാണ്, ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും വ്യക്തമായ മറുപടിയില്ല അലീനയ്ക്ക്. അതുകൊണ്ട് തന്നെ ബാക്കി ബാലേന്ദ്രനോട് ചോദിക്കാൻ വേണ്ടി ഇത്തിരി ദേഷ്യത്തിലാണ് മനു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അത് കഴിയുമ്പം അലീനയ്ക്ക് ആകെ ടെൻഷനാകും. കാരണം ആകെ ഒരു താങ്ങുമായിട്ട് കൂടെ നിന്നിരുന്നത് ബാലേന്ദ്രൻ്റെ മനുവാണ്. ഇനി ഇതിൻ്റെ പേരിൽ മനു പിണങ്ങോ എന്നുള്ളൊരു പേടിയും ടെൻഷനും ഒക്കെ അലീനയ്ക്കുണ്ട്. അലീനയുടെ റൂമിൽ നിന്നും പോരുന്ന മനു നേരെ ചെല്ലുന്ന ബാലേന്ദ്രൻ്റെ അടുത്തോട്ടാണ്. അവിടെ ചെന്നിട്ട് അങ്ങ് പൊട്ടിത്തെറിക്കുക മനു. കാരണം മനു ചതിക്കപ്പെട്ടു, അല്ലെങ്കിൽ മനുവിനെ എല്ലാവരും കൂടി പറ്റിക്കുമായിരുന്നു എന്ന് തോന്നിയോണ്ടായിരിക്കാം. മനു ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിൽ നേരല്ലാത്ത മാർഗത്തിൽ നടക്കുകയും ആ വകയിൽ ഒരു മകളുണ്ടാകുകയും ചെയ്തിട്ട് ആ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിട്ട് വലിയ ആളാകുന്ന വെറും ഒരു എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ട് ദേഷ്യപ്പെട്ടങ്ങ് സംസാരിക്കും കേട്ടോ മനു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാണുമ്പം ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ട് മനുവിനെ പറ്റിക്കുമായിരുന്നു എന്ന് തോന്നിയതുകൊണ്ടാണ് മനു ഇത്രയും രോഷാകുലനാകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ തീരുമാനിക്കുന്നു മനുവിനോട് സത്യങ്ങളൊക്കെ പറയാൻ. അങ്ങനെ വൈജയന്തിയുടെ കഴിഞ്ഞ കാലം ബാലേന്ദ്രൻ മനുവിനെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, അന്ന് വൈജയന്തി പ്രസവിച്ചതിന് ശേഷം നിൻ്റെ മുത്തശ്ശനും രാവുണ്ണി അമ്മാവനും കൂടി അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച ആ കുഞ്ഞാണ് ഞാൻ ഇന്ന് എൻ്റെ മകളായി ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്ന അലീന എന്ന്. അത് മനുവിന് താങ്ങാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടക്കുമ്പം തെറ്റ് മനുവിൻ്റെ അല്ലെങ്കിൽ മനുവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്താണ്. എന്നിട്ടും അതെല്ലാം സഹിച്ച ആ മകളെ സ്വന്തം മകളായി കണ്ട് ആ വീട്ടിൽ നിലനിർത്താൻ ബാലേന്ദ്രൻ എടുക്കുന്ന റിസ്ക് എത്രത്തോളം ഉണ്ടെന്നും അതിൻ്റെ പേരിലാണല്ലോ തൻ്റെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വീണു പോയത് എന്നോർത്തും ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ മനു. ഇതിന് ശേഷം മനു അലീനയെ കാണാനായിട്ട് അടുക്കളയിലേക്ക് വരുവാണ്. മനുവിന് വെള്ളം എടുക്കുകയോ എന്തോ ആണെന്ന് തോന്നുന്നു. അടുക്കളയിൽ ചെറിയ പണിയിലാണ് അലീന. അന്നേരം മനു അലീനയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു. മനു സത്യം അറിഞ്ഞു എന്ന് അലീന അറിയുന്നു. അലീനയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്. അലീന ആകെ ഞെട്ടി നിൽക്കുവാണ്. മനുവിന് അന്നേരം ഭയങ്കര സഹതാപവും വിഷമവും ഒക്കെയാണ്. കാരണം ഇവരെ പോലെ തന്നെ നല്ല ലക്ഷറി ആയിട്ട് ജീവിക്കേണ്ട ഒരു മകളായിരുന്നു അലീന അനാഥാലയത്തിലായിരുന്നല്ലോ. ഇപ്പോഴും വന്നതിന് ശേഷം അമ്മയിൽ നിന്ന് പോലും എന്തൊക്കെ അനുഭവിക്കുന്നു എന്നൊക്കെ ഓർത്ത് മനുവിൻ്റെ കണ്ണുകളിൽ ഭയങ്കരമായ ദയനീയാവസ്ഥയാണ്. അപ്പോഴും മനുവിന് പരിഭവമുണ്ട്. കാരണം ഇങ്ങനൊരു കാര്യം മനസ്സിലുണ്ടായിട്ടും മനുവിനോട് അത് തുറന്നു പറഞ്ഞില്ലല്ലോ എന്നുള്ള പരിഭവം മനു പറയുന്നുണ്ട്. അന്നേരം അലീന ഭയങ്കര വിഷമത്തോടെ പറയുന്നുണ്ട്, എൻ്റെ അവസ്ഥ അതായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടും അല്ലായിരുന്നു മനുവേട്ട എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുന്നു. എന്തായാലും അലീനയുടെ ആ സങ്കടവും വിഷമവും ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ മനുവിന് പറ്റുന്നില്ല. മനു മൊത്തത്തിൽ എല്ലാം കൊണ്ടും അങ്ങ് ആകെ തളർന്നു പോയി. അതുകൊണ്ട് അലീനെ പൊട്ടിക്കരയുമ്പം അങ്ങ് അലീനെ ചേർത്ത് പിടിച്ച് മനുവും അങ്ങ് വിങ്ങിപ്പൊട്ടുവാണ്. ഇതൊക്കെ പ്രൊമോ ആയിട്ട് കാണിച്ചതാണ്. ഇന്നത്തെ എപ്പിസോഡും താമസിച്ചായിരിക്കും വരുന്നത്. നമുക്ക് എപ്പിസോഡിൽ കാണാം.